കോട്ടയം പനമ്പാലത്ത് കനത്ത മഴയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. പ്ലാത്തോട്ടത്തിൽ രവീന്ദ്രന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. വീടിനും കേടുപാട് പറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ കോട്ടയത്തെ ഒരു മഴ എങ്ങനെയാണ്? ഈ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. ആർക്കെങ്കിലും പരിക്കോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിതിൻ? ജയലക്ഷ്മി, കോട്ടയത്ത് അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഇന്നലെ രാത്രി മുതൽ ശക്തമായി തന്നെ മഴ പല പ്രദേശങ്ങളിലും ലഭിക്കുന്നുണ്ട്. കോട്ടയം നഗരപ്രദേശങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. മലയോര മേഖലകളിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ കോട്ടയം പനമ്പാലത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണത്. വീടിന്റെ മതിലിനോട് അതായത് വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. പ്ലാത്തോട്ടത്തിൽ രവീന്ദ്രന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. വീടിനും കേടുപാട് പറ്റി. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. അതുപോലെ തന്നെ അടുത്ത 3 മണിക്കൂറിലേക്ക് കോട്ടയം ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ ഇന്നലെ രാത്രിയിൽ തന്നെ അപേക്ഷിച്ച് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അടുത്ത 3 മണിക്കൂറത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജയലക്ഷ്മി. ശരി നിതിൻ, കോട്ടയത്തും ശക്തമായ മഴയാണ്, ശക്തമായ കാറ്റുണ്ട് എന്നുള്ളതാണ് നിതിൻ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. മലയോര മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്.